എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എല്ലാം ഉണ്ടല്ലോ ദുംബൂർ പോണ റൂട്ടിലാണ് ഉള്ളത്, ധോലൈ ഡിസ്ട്രിക്റ്റിലാണുള്ളത്. അങ്ങനെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ പോണ റൂട്ടിലാണ്. ഇവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് മറ്റേ മണ്ണ് വെച്ച് ഉണ്ടാക്കിയ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാ. അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നല്ല തണലും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നല്ല ഇന്ന് ദുംബൂർ എത്തുമെന്ന്. അത്യാവശ്യം ലോങ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. നമ്മൾ പയ്യാണ് സൈക്കിളിന് പോകണത്. റോഡും കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് മോശമെന്നാണ് കുറേ പേരിനോട് പറഞ്ഞത്, പക്ഷേ ചില ആൾക്കാർ പറയണത് നല്ലതാണെന്നും. നമുക്കിതിൽ ഏതാ വിശ്വസിക്കേണ്ടെന്നൊരു പിടുത്തമില്ല കേട്ടോ. അതാണ് അവസ്ഥ. ഇന്നലെ നമ്മളെടുത്ത വീഡിയോയും കാര്യങ്ങളും ഇവിടെ നിന്നാണ് കേട്ടോ. നമ്മൾ പോണ റൂട്ടാണ് കേട്ടോ. ഇവിടെ കുറച്ച് പിള്ളേരുണ്ട്. ഹായ്. പിള്ളേർ പടിയൊക്കെ പിടിച്ചെന്നെ ആളെ ഇപ്പം ആരെങ്കിലും തല്ലാൻ വേണ്ടിയാണെന്ന് അറിയില്ലല്ല. റോഡിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. മഴ പെയ്ത് തന്നെ ഫുള്ള് ചെളിയും കേട്ടോ. അതിൽ കണ്ടീഷനാണ്. പക്ഷേ ഇപ്പോഴൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങാടേക്ക് പോകും തോറും എനിക്ക് തോന്നുന്നത് പണിതാണ്ടിരിക്കണേ തോന്നുന്നു റോഡ് പണി കാര്യങ്ങളൊക്കെ. കണ്ടില്ല, എനിക്ക് തോന്നുന്നത് ഇത് റോഡ് പണിയുടെ ഏതൊരു കമ്പനിയുടെ ക്യാമ്പ് വല്ലതും തോന്നട്ടോ കണ്ടിട്ട്. കണ്ടില്ലേ, ഇവിടെ റബ്ബറിൻ്റെ കൃഷി ഒരുപാടുണ്ട് കേട്ടോ. കണ്ടില്ലേ, റബ്ബർ ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടേക്കണ്ടില്ലേ വെയിലത്ത് ഉണങ്ങാൻ വേണ്ടി. എന്തോ സ്കൂളെന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഇതാണ് കേട്ടോ. അല്ലേ, ഫുള്ളുണ്ട് കേട്ടോ. റബ്ബർ ഷീറ്റാണ് ഈ വിരിച്ചിട്ടേക്കണത്. ഇവിടെ ഒരുപാട് റബ്ബർ കൃഷി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നാണ് വന്നത്. എന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണ് ഇവിടേക്ക് റബ്ബർ കാര്യങ്ങളൊക്കെ വന്നത്. അങ്ങനെ ഇവിടെ വെച്ച് ഇപ്പോൾ ഫുള്ള് റബ്ബറാണ് കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വലിയ വലിയ ഏരിയകളെത്തും. നമ്മളിനി നേരെ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുംബൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതൊരു മെയിൻ ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്, ഒരു ലേക്കാണ്, ഡുംബൂർ ലേക്ക് എന്ന് പറയും. പിന്നെ അടുത്ത വന്നതൊരു എന്താ പറയുക ചെറിയ ടൗണാണ് കേട്ടോ. കണ്ടില്ലേ, പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ഹോസ്പിറ്റലാണ് ഗവൺമെൻറ്റിൻ്റെ. വലിയ വലിയ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഏരിയയിൽ. ഇവിടെ ചെറിയ ചെറിയ ഇപ്പോൾ പനി അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ വലിയ ഓപ്പറേഷൻ അതേപോലെ തന്നെ എന്തെങ്കിലും എമർജൻസി കേസുകൾ മാത്രമേ വരുമ്പോൾ ഇവിടെ നേരെ ഒന്നല്ലെങ്കിൽ അഗർത്തല കൊണ്ടുപോകും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആ ഒരു ഡോക്ടറല്ലേ, ആ പുള്ളീൻ്റെയൊക്കെ അവിടെയൊക്കെ ചെയ്യും കേട്ടോ. റോഡിൻ്റെ പണി ഇങ്ങനെ വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നെയാണ്. പലയിടത്തും ഇങ്ങനെ ചെളിഞ്ഞതായിട്ടിരിക്കുന്നുണ്ട്. അത് കാരണം മഴ പെയ്ത് തന്നെ ആകെ പണിയാവും. ഇവിടെ കുറേ പിള്ളേർ ഇപ്പം ഉണ്ട് കേട്ടോ. ഹായ്, ബായ് ബായ്. അല്ലാ, പണിയല്ല, സീനാണ് മക്കളെ, റോഡ് സീനാണ്. റോഡ് സീനാണ് കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ ഇവർ മൊത്തം ഇതാക്കോട്ടെ, എന്നിട്ട് പിന്നെ മണ്ണടിക്കും, എന്നിട്ട് ടാർ ചെയ്യുള്ളൂ. ഇപ്പം എന്തായാലും ടാർ ചെയ്യില്ല, മഴക്കാലമാണ്. ഇപ്പം കഴിഞ്ഞിട്ട് ടാർ ചെയ്യുള്ളൂ. ചില സ്ഥലത്തൊന്നും റോഡും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ. നമ്മളിപ്പോൾ പോണേക്ക് നമ്മളിവിടെ ഒരു TSRൻ്റെ ഒരു ക്യാമ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും ഇവിടെ ആദ്യം വന്നത് ഒരു ബാത്റൂമിൽ കയറാൻ വേണ്ടിയാണ്. അങ്ങനെ ആ ബാത്റൂം എല്ലാം യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു സാറുണ്ട്, നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ എന്താ പറയുക വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടാ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞ ആളെ നമ്മൾ കുറച്ച് ഫൈനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടാ. അപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. സാർ ഹായ്, आपका नाम क्या है सर? मेरा नाम सुभाष चंद्र दास। आप किधर का है? TSR 5 बटालियन। और आप साउथ इंडिया से त्रिपुरा में घूमने के लिए आया, आपने इतना स्टेट को घूम के आया और हमारे पास आया। हम आपको मैंने दिल से शुक्रिया अदा करता हूँ, जो आपका हमारा देश में ऐसा भी है जो बिना शर्त देश में भ्रमण करने के लिए कोशिश करता है और सक्सेस भी होता है। मेरे को बहुत अच्छा लगा। थैंक यू, आपका साथ मिलके मेरे को बहुत अच्छा लगा। आप तो बहुत हेल्प किया था। मैं जितना हो सके मैं आपको हेल्प किया, बस इतना है। थैंक यू। मैं चाहता हूँ और भी हमारा उधर का जो जवान लोग आए त्रिपुरा में, नॉर्थ ईस्ट में आए, घूमे, देखे और हमारा नॉर्थ ईस्ट को भी और भी आगे बढ़ाए। अच्छा, इधर तो बहुत कल्चर है ना सर, बहुत अलग अलग कल्चर भी है। तो मैं तो पूरा घूमने का प्लान है आपका तरफ। घूमिए, आराम से घूमिए, हमारा त्रिपुरा में कोई प्रॉब्लम नहीं है। हमारे यहाँ का जो इंसान है, यहाँ का जो लुक होता है, लुक बहुत अच्छा है। इधर में कोई ऐसे दूसरा कोई ये नहीं है। आप अपना दिल खुश के आप घूम सकता है, खुश होकर घूम सकता है। त्रिपुराश्वरी मंदिर है और भी सिपाही जोला है, जहाँ पर पशु वन पानी रहता है।
उधर कस्बा कालीबाड़ी है, वो मारवाड़ी है, वो भी देख सकते हैं आप। इसे कोई ये नहीं है, अच्छा दिन दास आप घूम सकते हैं। ഓക്കെ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവർ നമുക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്ന് ചോറും കറിയൊക്കെ ഉണ്ട്. താങ്ക് യു സാർ. खाना खाइए, ठीक है. ഓക്കെ ठीक है. आप मेरा आप दोपहर में हमारा इधर आया, हमारा दोपहर में जो आता है, दिन का 20 में जो आता है ना, हम उसको नारायण बोल के हम देखता हूँ. हमारा सनातन धर्म में ऐसा ही है. इसलिए हमारा जितना फर्ज बना, हमारा जितना खाना है आपको हम खिलाया, आप बिना हिचदिच करके आप खाना खाइए. ठीक है. അങ്ങനെ നമ്മളിപ്പോൾ പുള്ളിനോടൊക്കെ യാത്രയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ശരിക്കും ബാത്റൂമിൽ കയറിയതാണ് അവിടെ. കാരണം അടുത്തൊന്നും വീടും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ചോദിച്ചു ബാത്റൂം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ. അങ്ങനെ ബാത്റൂമിൽ കയറി ഇറങ്ങി തിരിച്ചു വന്ന വഴിക്ക് പുള്ളി എന്നെ വിളിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ തന്നു, അതേപോലെ ഫുഡ് കാര്യങ്ങളൊക്കെ തന്നിട്ടാണ്. പിന്നെ ചെറിയ രീതിയിൽ ഫിനാൻഷ്യലി ഹെൽപ്പൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ പുള്ളി നമുക്ക് തന്നിട്ടാ. സത്യം പറഞ്ഞാൽ നമുക്ക് ഫണ്ടിൻ്റെ ആവശ്യം നല്ല രീതിയിലുണ്ട്. കാരണം സൈക്കിൾ വീണ്ടും ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ നമ്മളിതുവരെ ആരോടും ചോദിക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കാരണം എനിക്ക് ചോദിക്കാനൊന്നും ഭയങ്കര മടിയാണ് ആൾക്കാരോടൊക്കെ. പക്ഷേ ഞാൻ തന്നു കഴിഞ്ഞാലും വേണ്ടെന്ന് തന്നെ പറയാറുള്ളത്. കാരണം നമ്മൾ എങ്ങനെ ഒരാളോടൊക്കെ പൈസ വയ്ക്കല്ലേ, ഒരാൾ തന്നു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഇതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേണ്ടതൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു വെച്ചോ, മനസ്സ് പറഞ്ഞു തന്നെയെന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ പുള്ളീനോടൊക്കെ നന്ദി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ പോകണേട്ടാ. തിരിച്ച് റിട്ടേൺ അല്ല, തിരിച്ച് നമ്മൾ വേറെ റൂട്ടിലേക്കാണ് പോണത്. നമ്മൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഓട്ടോ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലക്ട്രിക്കലാണ് കൂടുതലുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഗണ്ടച്ചേര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് അത്യാവശ്യം വലിയൊരു ടൗണും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കടകളും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ, അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊരു ടെമ്പിളാണെന്ന് തോന്നുന്നു കാണുന്നത് ഉണ്ടല്ലേ. പിന്നെ അതുപോലെ ഇവിടെയൊക്കെ ഒരുപാട് എന്താ പറയുക ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശാസ്താംഗ് വിഹാർ ടെമ്പിൾ പോലത്തെ എന്തോന്ന് തോന്നുന്നു. പിന്നെ അത് ഈ കാണുന്നതൊക്കെ മാർക്കറ്റാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ മാർക്കറ്റാണ് കേട്ടോ. പച്ചക്കറി മാർക്കറ്റാണ് ഈ കാണുന്നത്. മെയിനായിട്ട് ബാമ്പു കൊണ്ടുള്ളത്. ഇതിന് ഭയങ്കര വിലക്കുറവാണ് ഇവിടെ. 20 രൂപ 30 രൂപ തോന്നുന്നു ഇവിടെ. പിന്നെ നാരങ്ങയൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ. ആണല്ലേ. ഇതൊരു സബ് ജയിലാണ് കേട്ടോ. ത്രിപുര സബ് ജയിൽ, ധോലൈ ഡിസ്ട്രിക്റ്റിലുള്ള സബ് ജയിലാണ് ഈ കാണുന്നത്. നമ്മളെ പോണ റൂട്ടാണ് ഇത്. അപ്പോൾ നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു നെൽകൃഷി ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നെൽകൃഷി. അടിപൊളിയല്ലേ കാണാൻ വേണ്ടി. എന്താ പറയുക, നല്ല ഫുള്ള് പച്ചപ്പായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. പിന്നെ അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയൊരു അരുവിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകാണ്ട്. അടിപൊളിയാണ് ഇവിടുന്ന് കാണാൻ വേണ്ടി. പിന്നെ ഇത് ഇവിടെ ആടുകളൊക്കെ ഉണ്ടല്ലോ ഇഷ്ടംമാതിരി. ആടുകൾ നെല്ലും തിന്നണ്ടി ഇങ്ങനെ തോന്നണം നോക്കി. നമ്മൾ വന്ന റൂട്ട് ഇതാണ്ടാ. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒരുപാട് ഓട്ടോകൾ അങ്ങാടും ഇങ്ങാടും പോകുന്നുണ്ട്. ബസ്സുകൾ കാര്യങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പർ സൈഡിൽ ഇഷ്ടിക കമ്പനിയാണ് കേട്ടോ. ഇഷ്ടിക നിർമ്മാണ കമ്പനിയാണ്. ഇഷ്ടംമാതിരി ഇഷ്ടികൾ ഉണ്ടാക്കി നിരത്തി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിട്ട് മിക്കവാറും കയറ്റി വിടാനുള്ള ഞാൻ തോന്നുന്നു. അവിടെ ഇഷ്ടംമാതിരി വണ്ടിയും കാര്യങ്ങളൊക്കെ എടുപ്പുണ്ട് കേട്ടോ. പിന്നെ അടിയിൽ ചെറിയൊരു വേറൊരു ബ്രിഡ്ജുണ്ട്. ഇതെനിക്ക് തോന്നുന്നു പഴയ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഒരു ചേച്ചി അവിടെ ഇപ്പോൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു ഗ്രാമത്തിലാണെന്ന് തോന്നട്ടോ. അവിടെയൊക്കെ ചെറിയ ചെറിയ വീഡിയോകളും കാര്യങ്ങളും കാണാൻ പറ്റും. നമ്മൾ പോണത് അങ്ങാട്ടേക്ക് കണ്ട. ഇപ്പം എന്തായാലും പയ്യെ പോകും. എനിക്ക് തോന്നുന്നു മഴയും കാര്യങ്ങളൊക്കെ പൊടിയുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു മഴയും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും പയ്യെ പോകാട്ടാ. ഇപ്പം ഏകദേശം 4 മണിയൊക്കെ കഴിഞ്ഞ്. ഇപ്പം എന്തായാലും പയ്യെ മുന്നോട്ട് പോകാട്ടാ. ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹായ് ഭയ്യ, കേസി ഹോ. ആ ചേച്ചി പശുവിനെ കൊണ്ടുവന്നില്ലേ. രാവിലെ കൊണ്ടുപോയതാണ്. വൈകിട്ട് അതിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകണേണ്ട കാണുന്നത്. നമ്മളിപ്പോൾ നാരിക്കൽ കുഞ്ച് പോണ റൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയുള്ള വഴിയാണ്. ഹായ്, आपका नाम क्या है? नाम क्या? छत्मा. अच्छा, NTB नॉयल राइडर. ओके, आपका गाँव है ना ये? अच्छा, നമ്മൾ പോണ ഈ കണ്ടേട്ടാ. ഹായ്, ഇവിടെ പിള്ളേരെ കളിക്കുന്ന നോക്കിയേ. ഇവിടെ ഫുട്ബോൾ കളിക്കണ്ട കേട്ടോ കുറേ പേര്. നമ്മൾ പോണ റൂട്ടാണ്. അച്ഛാ ഏറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായിരുന്നു ഞാൻ വീഡിയോ കട്ട് ചെയ്തത്. ഒരു ഗ്രാമം ഉണ്ടാ. ഹായ്,
ആളുകൾ എല്ലാവരും നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. നമ്മൾ പോണ റൂട്ട് നോക്കിയ 2 സൈഡിലും വെള്ളവും കാര്യങ്ങളൊക്കെ കേട്ടാ. ആളൊരു വ്ളോഗറാണ്ടാ. ആളുടെ ചാനലിലെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്. കണ്ടില്ലേ അത്യാവശ്യം നല്ല തണുത്ത കാലാവസ്ഥയുണ്ട് ഇപ്പം. നമ്മളിപ്പോൾ വന്നോയ്ക്ക് ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളൊക്കെ പെയ്ത് ഈ ഒരു ഏരിയയിൽ ചാക്മാസം ഉണ്ടാവും കൂടുതലുള്ള. പിന്നെ അതുപോലെ തന്നെ റിയാങ് ഉണ്ട്. ട്രൈബൽ ആൾക്കാർ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയയിൽ. ഒരാൾ എരുമേനെയും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോകണ കണ്ടില്ലേ. പിന്നെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മത്സ്യബന്ധനമുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കണ്ടില്ല കുറേ ആൾക്കാർ ഒരു മീൻ പിടിക്കണുണ്ടാ. ചെറിയ രീതിയിൽ വലയിട്ട് പിന്നെ തപ്പിയൊക്കെ മീൻ പിടിക്കുന്നുണ്ടാ. അപ്പോൾ ആളെൻ്റെ ഒപ്പം ഉണ്ട്. ഹായ് ജായക. ഈ റൂട്ടിൽ ഫുള്ള് മറ്റേതാണ്ട റബ്ബർ തോട്ടങ്ങളാണ്. കണ്ടില്ലേ റബ്ബർ കൃഷിയാണ്. നമ്മുടെ നാട്ടിലാണ്ട് ഏറ്റവും കൂടുതലുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെയുള്ള ആൾക്കാരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ കൃഷി, പിന്നെ മത്സ്യബന്ധനം, പിന്നെ അതുപോലെ നമ്മൾ വന്നപ്പോൾ കുറേ നെൽകൃഷിയൊക്കെ ഉണ്ടല്ലേ. ശരിക്കും മിക്സഡാണ് കേട്ടോ. പല ഇതും ഉണ്ടാവും, പല പച്ചക്കറികളുണ്ടാവും നെൽകൃഷിയുടെ ഒപ്പം തന്നെ മിക്സ് ആക്കിയിട്ടായിരിക്കും. നമ്മൾ കാണുമ്പോൾ എന്താ പറയുക കാട് പിടിച്ചെടുക്കണേക്കെന്ന് വിചാരിക്കണം. ഈ ഒരു സ്ഥലമൊക്കെ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്തോ കൃഷി ഉണ്ട്. റബ്ബറുണ്ട്, പിന്നെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാഴയുണ്ട്, വേറെ എന്തെങ്കിലും ആയിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ഇവരെല്ലാം മിക്സഡ് ആയിട്ടാണ് കിട്ടുന്നത്. ഞാൻ ശരിക്കും ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് വല്ല കാട് പിടിച്ച് കിടക്കണേക്കുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് നെൽകൃഷിയും പിന്നെ അതേപോലെയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കണേന്ന്. അടിപൊളിയല്ലേ, നല്ല അടിപൊളി റൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. റോഡ് ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇങ്ങനെ മോശമൊക്കെ കിടപ്പുണ്ട്, പക്ഷേ എന്നാലും റൂട്ട് കാര്യങ്ങളും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇരുട്ടി തുടങ്ങി കേട്ടോ. നമ്മളിങ്ങനെ സ്റ്റേ അടിക്കാനുള്ള സെറ്റപ്പ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പുറത്തൊക്കെ എന്തോ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പുറത്തുനിന്ന് എല്ലാം ഉണ്ട് റൈറ്റ് സൈഡിൽ.